ഗായ്സ് നമ്മൾ ഇന്നൊരു വൈറൽ സാധനം ഉണ്ടാക്കി നോക്കുമ്പോ എന്താ അമ്മ എന്റെ പേര് എന്നായിരുന്നു ബെസ്റ്റ്. നമ്മള് മറ്റേ പുളി കൊണ്ടുള്ള അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് പുളി ലൈം ജ്യൂസ് ആണ്. എന്താണ് മമ്മി? പുളി ലൈം ജ്യൂസ്. സോ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാ നമുക്കറിയാം. അതെ, ഇഞ്ചി പച്ചമുളക് വേണം. അപ്പൊ നമുക്ക് ഇത് വേണ്ട മെയിൻ ഐറ്റംസ് പറയുന്നത് ഇഞ്ചി വേണം, പച്ചമുളക് വേണം, അതുപോലെ തന്നെ നമുക്ക് സ്പ്രൈറ്റ് വേണം, പുളി വേണം, നാരങ്ങ വേണം, കുറച്ച് ഉപ്പും വേണം. സ്പ്രൈറ്റസ് ആണോ അപ്പൊ നിങ്ങൾക്ക് രണ്ടൊരു ഏത് വെള്ളം എടുക്കാം കേട്ടോ. പിന്നെ ബാക്കി വഴിയേ കാണിച്ചു തരാം. വെള്ളവും വേണം ഇച്ചിരി. ശരിയാ, വെള്ളം വേണം. സോ ഗൈസ് ദേ നമ്മുടെ ഐറ്റംസ് പുളിയുണ്ട്, നാരങ്ങയുണ്ട്, പിന്നെ നമ്മുടെ ഇഞ്ചി മുളകും പേസ്റ്റ് ഉണ്ട്, പിന്നെ ഉപ്പുണ്ട്. ഇതിലേക്ക് മണം നന്നായിട്ട് മൂക്കിലോട്ട് അടിച്ചു കയറുന്നു. പുളിയുടെ അടിച്ചിട്ടാ വേണോ? ശരി, ലേശം. അമ്മയ്ക്ക് പുളി കണ്ടിട്ട് കൊതി വരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ പുളി ആദ്യം ഇടുക കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാൻ കേട്ടോ. തുറന്ന് കുപ്പി വെള്ളം കുപ്പി മാറിപ്പോയോ? സംഭവം വെച്ചാ ഇത് സാധാ വെള്ളം, ഇത് നമ്മുടെ സ്പ്രൈറ്റ് വരുന്നു. ഞാനിത് വെള്ളം എന്നോർത്തോണ്ട് തുറന്നതാ. നമ്മളിതിലേക്ക് കയ്യിലോട്ടൊക്കെ കുടിക്കാം. നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഒഴിക്കുക, കലക്കണ്ട. അമ്മ കൈയിട്ട് ഞരടിക്കും. വേണ്ട ഞരടിക്കും, നമ്മളല്ലേ കഴിക്കുന്നത്. അത് പാട കട്ടിയല്ലേ, അത് ഒത്തിരി പുളി ഉണ്ടല്ലോ. അമ്മ കൈയെല്ലാം കഴി വൃത്തിയായിട്ട് വന്നതല്ലേ ഇത് കഴിക്കും. പിന്നെ സ്പ്രൈറ്റ് കുടിക്കാതെ. അപ്പൊ ഞാൻ തന്നെ ഞരടാം. ഞാൻ കൈയൊക്കെ വൃത്തി കഴിയതാട്ടോ. കുടിക്കണല്ലേ? നിന്നാണ് അതും കുടിക്കുവേ? ഇല്ല അമ്മ ഞാൻ അമ്മയ്ക്ക് പരീക്ഷണങ്ങൾ കൊടുക്കരുത്. മക്കൾ ആദ്യം കഴിച്ചു നോക്കണം. ഇല്ല, എന്റെ അമ്മ എനിക്ക് എല്ലാം ആദ്യം തരുന്നോണ്ട് ഞാൻ അമ്മയ്ക്ക് വന്നിട്ടില്ല. സ്പൂണും കൊണ്ട് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ പാടാ ഗൈസ്. ഇപ്പോഴെങ്ങും അവസാനം ഇതാക്കി വരത്തില്ല. സോ നമ്മൾ ഒരു വിധത്തിൽ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ ഒരു കാണാവോ? ഈ ഒരു പരുവത്തിന് ആക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, ലാസ്റ്റ് നമ്മൾ നാരങ്ങയും കൂടെ പിഴിയുക കേട്ടോ. വെച്ച് കട്ടിയാണല്ലോ. അരിക്കല്ലേ കുടിക്കുന്നേ? അരിക്കത്തൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ കുടിക്കണം. എന്നാലും നാളെ രാവിലെ നമ്മള് സുപ്രഭാതത്തിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് അതുപോലെ പോകത്തുള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ ഇനി ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്പ്രൈറ്റ് ഒഴിക്കും കേട്ടോ. അതൊന്ന് കാണിച്ചു കൊടുത്തത് ഗൈസ്. ഇത് കണ്ടോ, ഈ പരുവത്തിരിക്കുക. ഇതിലേക്ക് നമ്മൾ സ്പ്രൈറ്റ് ഒഴിക്കുക കേട്ടോ. കുറച്ച് നമ്മൾ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഒഴിച്ച് കുടിച്ചാൽ മതി കേട്ടോ. അപ്പൊ അമ്മ തുടങ്ങിയോ? ഇല്ല അമ്മ അമ്മതാ എനക്ക് എല്ലാം നീ സാപ്പിട്ടത് അല്ല, ഇത് അമ്മ ആദ്യം കുടിക്കുന്നത്, ഇത് മോൾ ആദ്യം കുടിക്കണം. ചത്ത് പോലെ തുറപ്പുള്ള എല്ലാ സാധനം നാളെ ഒരു കുഴപ്പമില്ല. നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറ്റിന്ന് ലൂസ് മോഷൻ. വേറെ 2 പിള്ളേരോടെ ഉണ്ട്. അമ്മ ഇതുപോലെ കേട്ടോ പറയുന്നേ. അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പറയും എനിക്ക് വേറൊരു കൊച്ചും കൊണ്ടുണ്ടെന്ന് പറയും. കുടിച്ചോ? ദൈവമേ, അത് കാണിച്ചമ്മേ, അവിടെ കാണിച്ചേ. ഉണ്ടോ? പോലെ നമ്മളിങ്ങനെ കൊടുക്കാറില്ല. കുടിക്കടി നീ എടി മോളെ, കുടിക്കടി അങ്ങ്. എന്റെ ദൈവമേ, എന്റെ അമ്മയ്ക്കൊന്നും പറ്റല്ലേ. അമ്മ അച്ഛനോട് കുടിക്കും. എനിക്ക് അമ്മ കുടിച്ചിട്ട് കുഴപ്പമില്ലെന്ന് ഞാൻ ഒന്ന് ഉറപ്പ് ചെയ്തട്ടെ. നല്ലാണോ ശരിക്കും?
നല്ല അപ്പൊ ഗൈസ് ഞാൻ ട്രൈ നോക്കാവേ. ഉം. 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 കൊള്ളാം. ഞാൻ എന്താ ഉം. തൊണ്ടേ കൂടെ ഒക്കെ ആ മുളകിന്റെ എരിവും ഇഞ്ചിയുടെ എരിവും അറിയാൻ പറ്റുന്നുണ്ട്. പുളിയുടെ പുളിയും മൊത്തം കുടിച്ചോട്ടെ, വേറെ ആർക്കും വെക്കണ്ട. ആഹാ. മതി മതി മതി. അപ്പൊ ഗൈസ് ഇതാ ഒരു അടിപൊളി ഐറ്റമാണ്. അമ്മ നമുക്ക് മറ്റേ സാധനം കൂടെ ഇപ്പൊ ഉണ്ടാക്കി നോക്കാം. എന്നാ ഇതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. ഇല്ല അതും കൂടെ ഇതിന്റെ റിസൾട്ട് നാളെ അറിയണം. എന്നിട്ട് വേണം അടുത്ത് ഉണ്ടാക്കാൻ. ഇല്ല അത് കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഓർത്തുകൊണ്ട് ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കാന്ന് കേട്ടോ. അല്ലെങ്കിൽ വേണ്ടതിന്റെ മാത്രം ഉണ്ടാക്കിയിട്ട് അടുത്ത ഐറ്റം പിന്നെ ഉണ്ടാക്കാം അല്ലേ? പിന്നെ സമയമുണ്ടല്ലോ. എക്സാം അല്ലേ 2 ദിവസം കഴിയുമ്പോ? സെം എക്സാം ആണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയപ്പോരെ. ഓ ചൂട് കുടിച്ചാൽ മതി മതി മോനെ മതി. അപ്പൊ അമ്മ റിസൾട്ട് പറയാ. റിസൾട്ട് അല്ല നല്ലതായിരുന്നേ, പക്ഷെ ഇച്ചിരി എരിച്ചിലും പോച്ചിലും എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല. പക്ഷെ എനിക്ക് ഇച്ചിരി എരിവ് അത്ര. എന്നാ പക്ഷെ മീൻതല നല്ല മുളക് പൊടിയും പുളിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മണുമണ കഴിക്കും. പക്ഷെ ഇത് പറ്റത്തില്ല. പച്ചമുളകൊക്കെ ഇച്ചിരി. പക്ഷെ ഇങ്ങനെ എരിവ് പോകുന്ന കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു എരിച്ചിലുണ്ട് അല്ലേ? ഇച്ചിരി കഴിയുമ്പോൾ വയറുവേദന തുടങ്ങും. ശരിയാ, പൊടിയൊക്കെ ഉള്ള ഇത് കൊടുക്കണം. പിന്നെ എല്ലാവർക്കും ഇച്ചിരി കൊടുക്കാം. ശരിയാ. കുട്ടോ ഒന്ന് വന്നേപ്പാ, ഒരു സാധനം തരാം. ചേച്ചിയുടെ സ്പെഷ്യൽ സാധനം ഉണ്ട് ഇവിടെ. എരിവില്ല, മധുരവാ. ഇങ്ങോട്ട് വാ എന്റെ പൊന്നിങ് വന്നേടാ. വീഡിയോ ഓണാ ഗൈസ്. അമ്മ ഓടി. അമ്മ എങ്ങോട്ടാ പോയെന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ ഗൈസ്. ദേ മമ്മീനെ ഞാൻ കാണിച്ചിട്ട് മമ്മി എന്നെ എടുക്കാന്നുള്ളതേ. കള്ളി എന്നെ എടുക്കടി നീ. അത് നല്ല എരിവുണ്ടായിരുന്നു. അതാണ് എന്നെ കഴിക്കാൻ നീ. നല്ലതായിരുന്നു. പക്ഷെ നീ എന്നെ കഴിക്കുന്ന ഇപ്പം ഉണ്ണിയപ്പം. ഗൈസ് എനിക്ക് കള്ളി ഇരുന്ന് ഉണ്ണിയപ്പം കഴിക്കുമോ എരിവ് മാറാനുണ്ട്. ഇവിടെ ഒക്കെ എരിയുന്നു. കഴിച്ചു മതി. എനിക്കൊരു പ്രശ്നം എന്താ ശരിയാ. ഗൈസ് ഈ സൗണ്ട് ശരിക്കും നമ്മുടെ ഇവിടെ ഇച്ചിരി പണി നടക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, ഇവിടെ ഷീറ്റ് കെട്ടിയോ കേട്ടോ. കണ്ടോ ഗൈസ്, അവിടെ ഇച്ചിരി പണി നടക്കുവാണേ. അപ്പൊ ഗൈസ് എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം അല്ലേ മമ്മി? അതെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ കൃത്യ വിവരം അറിയാൻ പറ്റും. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. ബൈ.